ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്നലത്തെ എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കിച്ചണിൽ കയറിയതാണ്. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ, അതായത് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് ഒരു പാവം ഉപ്പുമാവ്. വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങൊന്നുമല്ല, ഒരു പാവം ഉപ്പുമാവാണ് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം സൈഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ 2 കപ്പ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് വെള്ളം, അതാണ് എൻ്റെ കണക്ക്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് വെള്ളം കൂടി പോകത്തുമില്ല, ഒരുപാട് ഡ്രൈയും അല്ല, ഒരു മീഡിയം പരുവത്തിലാണ് നമ്മുടെ ഉപ്പുമാവ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാനും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നെയ്യും കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഗീ റൈസിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തു. അപ്പോഴും ഞാൻ ഈ സെയിം കാര്യമൊക്കെ തന്നെയാണ് പറഞ്ഞത്. വെളിച്ചെണ്ണയും ഗീയും കൂടി ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേനും എന്തിനാണെങ്കിലും ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും. ഇപ്പം വെളിച്ചെണ്ണയിൽ മാത്രം കുക്ക് ചെയ്യുന്നതിലും ഗീയിലും മാത്രം കുക്ക് ചെയ്യുന്നതിലും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വെളിച്ചെണ്ണയും ഗീയും കൂടി മിക്സ് ചെയ്തിട്ട് ഈക്വൽ റേഷ്യോയിൽ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കടുകിട്ട് പൊട്ടിക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു പിടി ഉഴുന്ന്. അപ്പോൾ എൻ്റെ ഇപ്പം ഉപ്പുമാവെന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലുണ്ടാക്കാം, ഒരുപാട് തരത്തിൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഉണ്ടാക്കുന്ന എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചു, അതിനുശേഷം ഉഴുന്നൊന്ന് പൊട്ടി, അതിനുശേഷം കുറച്ച് കൂടുതൽ ചോപ്ഡ് ഗാർലിക്കും കൂടി ഞാനിതാ എണ്ണയിലിട്ട് ഒന്ന് വഴട്ടുകയാണ്. അതിനുശേഷം 2-3 പച്ചമുളക്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളക്, പിന്നെ വളരെ കുറച്ച് ജിഞ്ചർ. അപ്പോൾ ജിഞ്ചർ, കറിവേപ്പില, അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ എണ്ണയ്ക്കകത്ത് ഗീക്കകത്തും ഒന്ന് നന്നായിട്ട് വഴട്ടുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ഉപ്പുമാവിൽ സവോള കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ സവോളയുടെ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ റോ ആയിട്ട് ആ ഒരു രീതിയിലല്ല, ഒരു ഫ്രൈഡ് ഒണിയൻ രീതിയിലാകണം. ഒരു ബ്രൗൺ കളറിന് നമ്മുടെ ഉപ്പുമാവിൻ്റെ ഇടയിൽ കിടക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പിടി കുറച്ച് കൊച്ചുള്ളിയോ അങ്ങനെയൊന്നുമല്ല, ഞാനൊരു വലിയ സവോള വലുതായിട്ട്, അതായത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർക്കുകയാണ്. വെന്തലിഞ്ഞ് പോയിക്കോളും, നമുക്കിത് ഡിസ്റ്റർബായിട്ടൊന്നും കിടക്കത്തില്ല. ആ സവോളയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്, നമ്മുടെ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് കൂട്ടും. അപ്പോൾ കിടക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് നേരം ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ചൊക്കെ വേവിക്കാം. കാരണം സവോളയും നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും എല്ലാം നന്നായിട്ടൊന്ന് ഒരു ഫ്രൈഡ് രീതിയിലാവട്ടെ. ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴട്ടുകയാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട്, സമയം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് ഈ രീതിയിലൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കാം. സമയമൊന്നും ഇല്ല എങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഉപ്പുമാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ടൈമൊക്കെ എടുത്ത് കുറച്ച് ഡീറ്റെയിൽഡായിട്ടാണ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തത് എന്നാന്ന് വെച്ചാൽ, ഞാൻ 2 കപ്പ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് വെള്ളം, അതാണ് എൻ്റെ കണക്ക്. അപ്പം ഞാൻ 1/4 കപ്പ്, അങ്ങനെ 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ചൂടാകാൻ വെച്ചിരുന്നത്. വെള്ളമൊക്കെ അത്യാവശ്യം ചൂടായി, അതെടുത്ത് ഇങ്ങോട്ടൊഴിച്ച് വെള്ളമൊക്കെ ഒന്ന് വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മുടെ 2 കപ്പ് റവ ഞാൻ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഫ്ലെയിം ലോ ആയിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് ഞാൻ ആ ഒരു കട്ട കെട്ടി, ചില സ്ഥലത്തൊക്കെ സ്പ്രെഡ് ആയിട്ടില്ല, അപ്പോൾ കട്ട കെട്ടിയതും കൂടെ കട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് എല്ലായിടവും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് ഞാൻ അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇനി അത് ഇരിക്കട്ടെ, ഒരു 2-3 മിനിറ്റ്സ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുകയേ വേണ്ട, അവിടെ ഇരുന്നോട്ടെ. അവിടെ ഇരുന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നമ്മൾ ആ കട്ടയൊക്കെ
ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തും എന്താ പറയുക വെള്ളം കയറുന്ന രീതിയിൽ, കാരണം റവയാണല്ലോ, റവ നന്നായിട്ട് വെന്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും, നമുക്ക് വയറിന് പണി കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ റവ എന്താ പറയുക എല്ലാ കട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് കുത്തി ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം, കാരണം വേകണം. കാരണം എന്നാന്ന് വെച്ചാൽ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപ്പുമാവെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കൂടുതൽ എന്താ പറയുക ഇങ്ങനെ സ്പൂണ് കൊണ്ടൊക്കെ കോരി കഴിക്കുന്ന പരുവത്തിനുള്ള ഉപ്പുമാവ് വേണമെങ്കിൽ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എടുക്കുക, ഇതുപോലെ ചൂടുവെള്ളം തിളപ്പിച്ച് ഒഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവ് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് തന്നെ വെള്ളം എടുക്കുക. എൻ്റെ ഈ ഫോം എന്ന് പറയുന്നത് ഒരു മീഡിയം പരുവാണ്, അതുകൊണ്ട് തന്നെ 1 കപ്പിന് 1.25 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളം എടുക്കുക. പിന്നെ പിന്നെ അതിനുശേഷം ഞാൻ ടേബിളിലേക്ക് ഇപ്പോൾ കൊണ്ടുവച്ചത് കുറച്ച് ഞാലിപ്പൂവൻ പഴവും കുറച്ച് മാങ്ങ അച്ചാറുമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇക്കാക്ക് ഉപ്പുമാവ് എന്താണ് അച്ചാറും കൂട്ടി കഴിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള സമ്പ്രദായം ഉള്ളതുകൊണ്ട് ഞാൻ ഇക്കാക്ക് വേണ്ടിയിട്ട് മാങ്ങ അച്ചാർ കൊടുത്തതാണ്. നമുക്ക് അത് പറ്റില്ല, നമ്മളിതാ കുറച്ച് ഞാലിപ്പൂവും പഴമൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് രാവിലെ ഉപ്പുമാവ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ചായ വെച്ചു, 2 ഗ്ലാസ് ചായ വെച്ചു. അപ്പോൾ ചായ വെക്കൽ പരിപാടിയും ഒക്കെ നടന്നു. ആ ചായയുടെ കാര്യത്തിലൊരു ട്വിസ്റ്റ് ഉണ്ട്, ഞാൻ അത് പിന്നീട് പറയാം. എന്താണേലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം ചായ ഇല്ല, അതിൻ്റെ കാര്യം ഞാൻ പറയാം. പിന്നെ ഞാൻ പ്ലേറ്റൊക്കെ വെച്ചു. വളരെ ടേസ്റ്റി ആയിട്ട് എൻ്റെ ഒരു ഉപ്പുമാവിൻ്റെ പരുവം കണ്ടോ, ഇതാണ് എൻ്റെ ഉപ്പുമാവിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. കാരണം ഡ്രൈയും അല്ല, ഓവറായിട്ടുള്ള വാട്ടറിൻ്റെ കണ്ടൻറ്റും ഇല്ല. ഇതാണ് നമ്മുടെ ഒരു പരുവം എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, നല്ല വെളിച്ചെണ്ണയുടെയും അതുപോലെ തന്നെ എന്താണ് ഗീയുടെയും പിന്നെ ജിഞ്ചർ, ഗാർലിക്, ഓണിയൻ എല്ലാം നല്ല അത് എല്ലാത്തിൻ്റെ ഒരു മിക്സഡ് ഫ്ലേവർ. പിന്നെ ഉലുവ അല്ല ഉഴുന്ന് പൊട്ടിച്ചതും കടുക് പൊട്ടിച്ചതും എല്ലാം കൂടെ ഭയങ്കര ഒരു ടേസ്റ്റാണ്, നല്ല അടിപൊളി സ്വാദാണ്. പിന്നെ 2 ഞാലിപ്പൂവൻ പഴവും കൂടി ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഞാൻ കഴിക്കുകയാണ്. പിന്നെ ചായ വെക്കുന്ന ഒരു ഷോട്ടൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് പോയായിരുന്നു. പക്ഷേ ടേബിളിൽ ചായ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ 1 പ്രാവശ്യം 2 പ്രാവശ്യം 2-3 പ്രാവശ്യം ചായ ഇട്ടു. നമ്മുടെ പാല് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്താ സംഭവം എന്ന് ബോട്ടിൽ നോക്കിയപ്പോഴത്തേനാണ് മനസ്സിലായത്, ഡേറ്റ് കഴിഞ്ഞു പോയ പാലാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പാലും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കളഞ്ഞു. കംപ്ലീറ്റ് പാലും കളഞ്ഞതിന് ശേഷം പാലിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇങ്ങനെ ചൂടായിട്ട് സിപ്പ് എടുക്കാനായിട്ട് നമുക്ക് ചായ ഇല്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല അസലായിട്ടുള്ള ഒരു അടിപൊളി ചായ ഞാൻ ഇട്ട് കുടിക്കുകയാണ്. അപ്പം ഞാൻ ഇക്കാക്കും കൊടുത്തു, ഞാനും കുടിച്ചു. അപ്പം കുറേ നാൾ കൂടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ചായയൊക്കെ കുടിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു സമ്പ്രദായം അത്ര ഇഷ്ടപ്പെട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നല്ല ചൂട് ചായ കുടിക്കാനാണ് ഇഷ്ടം. എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റിന് ബിഫോറോ ആഫ്റ്ററോ ചായ കുടിക്കുന്നത് ഇഷ്ടമല്ല, കൂടെ തന്നെ കുടിക്കണം. ഓക്കെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ദുബായിൽ ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് വൈറലായ ദുബായ് ചോക്ലേറ്റ്, അതായത് ദുബായ് കുനാഫ ചോക്ലേറ്റ്. അപ്പോൾ അത് കുറേ നാളായിട്ട് ട്രൈ ചെയ്യണം എന്നൊരാഗ്രഹമായിരുന്നു. എപ്പോൾ പോയാലും വലിയ ബാറ്, ഒരുപാട് വലിയ പാക്കൊക്കെ കാണാറുള്ളൂ. കഴിഞ്ഞ ദിവസം കുനാഫ ചോക്ലേറ്റിൻ്റെ ഒരു മിനിയേച്ചർ ഫോം കിട്ടി. അപ്പോൾ നമ്മളത് വാങ്ങിച്ചു. കുഴപ്പമില്ല, ഇത്രയും ഇത്രയും അത്രത്തോളം ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കുഴപ്പമില്ല. അപ്പം ഞാൻ അതും ടേസ്റ്റ് ചെയ്തു. അതിനുശേഷം കാര്യമായിട്ടുള്ള ഒരു ലഞ്ച് പ്രിപ്പറേഷൻ ഒക്കെ, കാരണം റെസിപ്പീസൊക്കെ വളരെ കുറവാണ്, പക്ഷേ വളരെ കാര്യമായിട്ട് കുറേ ടൈം എടുത്തിട്ട് ഒരു പാവം സിമ്പിൾ ഉച്ചയൂണ് ഞാൻ കുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേയിൽ, ഈ ഒരു ഉച്ചയൂണിൻ്റെ കിച്ചൺ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് കിച്ചണിലെ ഒരു വിശേഷങ്ങളും ഇല്ല. നേരെ ടേബിളിലേക്ക് എത്തി. ടേബിളിലെ വിശേഷങ്ങൾ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആയതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുകയാണ്.
അപ്പോൾ ഇതാ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി മാങ്ങാ ചമ്മന്തി കൂട്ടി ഇഷ്ടപ്പെട്ടേ. പിന്നെ ഇപ്പം മാങ്ങാ ചമ്മന്തിക്ക് ഒരു അഡിക്റ്റ് ആയിരിക്കുകയാണ്. പിന്നെ അതാ കട്ട് മാംഗോ പിക്കിൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കഴിഞ്ഞു കേട്ടോ. കുപ്പിയൊക്കെ വടിച്ചെടുത്ത് കുപ്പിയൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് പിക്കിൾ, പിന്നെ പ്രോൺസ് ഫ്രൈ, പിന്നെ ഒഴിച്ചുകറിയായിട്ട് ടൊമാറ്റോ പരിപ്പ് കറിയാണ് ഇന്ന് ഒഴിച്ചുകറിയായിട്ട്. പിന്നെ അതാ ഞാൻ നമ്മുടെ വളരെ ടേസ്റ്റായിട്ടുള്ള ചെമ്മീൻ ഫ്രൈ നല്ല അടിപൊളി വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുത്തത്. അപ്പോൾ ആ ഒരു എന്താ പറയുക പാത്രത്തിലേക്ക് ഒരു 2 സ്പൂൺ ചോറിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം ഞാനും സാറായും കൂടി ഇത് കഴിച്ചു. അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് ഇത് കഴിച്ചത് കൊണ്ട് നമ്മുടെ ലഞ്ച് കഴിക്കാനുള്ള വിശപ്പ് ഒരല്പം അങ്ങ് പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ചെന്ന് പറയുന്ന സംഭവം കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ വീണ്ടും അതിലേക്ക് ചോറിട്ടിട്ട് വീണ്ടും കഴിച്ചു. അങ്ങനെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല കറിവേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഒക്കെ, അതായത് പ്രോൺസ് പൊരിച്ച നല്ല അടിപൊളി വെളിച്ചെണ്ണ, അതിലേക്ക് കുറച്ച് ചോറൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മി കഴിക്കുകയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ലഞ്ച് കഴിച്ചു. അപ്പോൾ കുറച്ച് ചോറേ അതുകൊണ്ട് എടുക്കുന്നുള്ളൂ, ക്വാണ്ടിറ്റി കുറച്ചേ എടുക്കുന്നുള്ളൂ. കാരണം നേരത്തെ ചെമ്മീൻ ചോറ് കഴിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കുള്ള ലഞ്ച് എടുക്കുകയാണ്. കുറച്ച് ചോറ് വിളമ്പി. ചൂടൊന്നുമില്ല, ചൂടൊക്കെ പോയി. കാര്യം ചൂടോടുകൂടി ടേബിളിൽ വെച്ചു. അതിനുശേഷം ഒരു 1.5-2 മണിക്കൂറിന് ശേഷമാണ് കഴിക്കുന്നത്, ചൂടില്ല. അപ്പോൾ കുറച്ച് ചോറ്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് പ്രോൺസ്. നല്ല ടേസ്റ്റ് കേട്ടോ. ഇവിടുത്തെ പ്രോൺസ് നല്ല ടേസ്റ്റിന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല നാടൻ പ്രോൺസ്, നല്ല ടേസ്റ്റിന് നല്ല അടിപൊളി പ്രോൺസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 2 മക്കൾക്കും പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രോൺസ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മാങ്ങാ ചമ്മന്തി, പിന്നെ കുറച്ച് അച്ചാർ, പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ് തക്കാളി പരിപ്പ് ഇതിന് എന്തെന്നാ പറയണ്ട, തക്കാളി പരിപ്പ് കറിയെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഷെയർ ചെയ്തോളാം. അതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പീസും കാര്യങ്ങളൊന്നും പറയുന്നില്ല, അങ്ങനെ അങ്ങ് പോട്ടെ. അപ്പോൾ എനിക്ക് നല്ല വിശന്നിട്ടാണ് ഞാൻ ഈ തക്കാളി പരിപ്പ് കറിയൊക്കെ വെച്ചത്. പക്ഷേ ആ ഒരു ചെമ്മീൻ ചോറ് കഴിച്ചപ്പോഴത്തേനും ഇന്ന് ചോറ് കഴിക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു. കാര്യം എന്താ വെച്ചാൽ പിന്നെ ഞാൻ കുറച്ച് ചോറ് എടുത്ത് കഴിച്ചെന്നേ ഉള്ളൂ. നല്ല ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു റൈസ് കഴിച്ചപ്പോൾ ഈ റൈസ് കഴിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു. അപ്പോൾ എന്നാലും എന്തായാലും ഇത്ര മെനക്കെട്ട് കഷ്ടപ്പെട്ട് വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്, ഒരു സിമ്പിൾ കുക്കർ റെസിപ്പിയാണ് കേട്ടോ. ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ കുക്കർ ഒഴിച്ചുകറിയാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേയിൽ റെസിപ്പി ഷെയർ ചെയ്യാം. അതായത് കുക്കിംഗ് വിശേഷങ്ങളൊക്കെ, ഈ ഒരു സിമ്പിൾ ഉച്ചയൂണിൻ്റെ കിച്ചൺ വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ വളരെ ആസ്വദിച്ച് എൻ്റെ ലഞ്ച് കഴിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രോൺസൊക്കെ ഞാൻ കുറച്ച് ഉള്ള് ജ്യൂസി ആയിട്ട്, എന്നാൽ പുറമേ നല്ല ഡീപ്പ് പോലെ ഫ്രൈ ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു പരുവുണ്ടല്ലോ, നമ്മൾ ആ ഒരു ജ്യൂസിനെസ്, പ്രോൺസിൻ്റെ ഒന്നും ആ ഒരു ജ്യൂസി ആയിട്ടുള്ള ഫോം നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം നമ്മൾ പ്രോൺസ് പൊരിച്ച് മാറ്റാനായിട്ട്. അപ്പോൾ വളരെ ആസ്വദിച്ച് വളരെ എൻജോയ് ചെയ്ത് ഞാൻ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ തക്കാളി പരിപ്പ് കറി എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ്. പിന്നെ ഈ ഒരു തക്കാളി പരിപ്പ് കറി എന്ന് പറയുന്നത് ഒരു സാമ്പാറിൻ്റെയൊക്കെ ഒരു ഫോമാണ്. ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പക്ക അടിപൊളി സാമ്പാറാണിത്. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ച് ആസ്വദിച്ച് കഴിക്കുകയാണ്. ഒരു രക്ഷയില്ല, അടിപൊളി ലഞ്ച്.
അപ്പോൾ ഇതാ എല്ലാം കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇതാ കുറച്ച് കാഷ്യൂനട്ട്, എന്തെങ്കിലും ചോറുണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് കുറിക്കാൻ തോന്നി. അപ്പോൾ ഇതാ കുറച്ച് കാഷ്യൂനട്ട് എടുത്ത് തൊലിയൊക്കെ പൊളിച്ച് ഇരുന്ന് കഴിച്ചു. അതിനുശേഷം ഇതാ ഇക്ക ഓഫീസ് വിട്ട് വന്നപ്പോഴത്തേനും ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് ഇക്ക കൊണ്ടുവന്നു. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടി ഓരോ പീസ് കട്ട് ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം അടിപൊളി സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു പ്ലം കേക്ക്. അതിനുശേഷം എന്താ നമ്മൾ ഡിന്നറിലേക്ക് കയറുകയാണ്. ഡിന്നർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ഡിന്നറൊന്നുമില്ല. രാവിലത്തെ ഉപ്പുമാവ് മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അതാ കുറച്ച് ഉപ്പുമാവും ഒരു പഴവും പിന്നെ എന്താ കുറച്ച് പഞ്ചാരയൊക്കെ ഇട്ടിട്ട് ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു 50% ആൾക്കാർക്കും ഉപ്പുമാവ് വലിയ ഇഷ്ടമില്ല. ഉപ്പുമാവ് ഇഷ്ടമുള്ളവർ എൻ്റെ